ദേശീയപാത ഇടിച്ചിലിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇന്നും യൂത്ത് ലീഗ് പ്രതിഷേധത്തിൽ സംഘർഷമുണ്ടായി. പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് മന്ത്രി റിയാസും റോഡിൽ പ്ലാസ്റ്ററും പശയും ഒട്ടിക്കുന്ന തരത്തിൽ പ്രതീകാത്മകമായ സമരവുമായി യൂത്ത് ലീഗും രംഗത്തെത്തി. അരമണിക്കൂർ വൈകിട്ടാണ് ദുരന്തമുണ്ടാവുന്നതെങ്കിൽ ഇതായിരിക്കില്ല കേരളത്തിൻ്റെ അവസ്ഥ, മറിച്ചായിരിക്കും. അതിൻ്റെയൊക്കെ കാരണം ഈ മണ്ണാണ്. പിന്നാലെയാണ് KNRCL കമ്പനിയെ ഡീബാർ ചെയ്തതായുള്ള NHAIയുടെ ഉത്തരവ് വരുന്നത്. അതിന് പിന്നാലെ നാട്ടുകാർ തൃപ്തി അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ അവർ ഉന്നയിച്ച കാര്യം ശരിവെക്കുന്നതാണ് ഇപ്പോഴുണ്ടായ നടപടി എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആദ്യം മുന്നേ ഇവർ തുടങ്ങിയ അന്ന് മുതൽ ജനങ്ങൾ നാട്ടുകാർ നടത്തുന്ന പരാതികളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അന്നു മുതലേ ഇവർ കൊണ്ടുപോയിടുന്ന മണ്ണുകളും എല്ലാം ഇതൊരു ശരിക്കുള്ള വർക്കല്ല എന്നുള്ളത് ഞങ്ങൾ സ്ഥിരമായിട്ട് പറയാം. ഇത്ര വലിയൊരു കമ്പനിയെ ഡീബാർ ചെയ്യണമെങ്കിൽ വെറുതെ. അപ്പം നാട്ടുകാർ പറഞ്ഞത് വളരെ കൃത്യമാണ്. മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത് കക്കാടാണ്. അവിടെ കക്കാട് ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനേ ഇന്നില്ല. ഈ ലോവർ പാസിൻ്റെ പേര് പറഞ്ഞ് അതുപോലെ അപ്പർ പാസിൻ്റെ പേര് പറഞ്ഞ് പൂർണ്ണമായി അവിടെ അടച്ചിരിക്കുകയാണ്. ദേശീയപാത ഇടിച്ചിൽ കേന്ദ്ര സർക്കാർ ഗൗരവമായി കാണുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് KNRCL കമ്പനിയെ ഡീബാർ ചെയ്തത്. നാട്ടുകാർ നേരത്തെ തന്നെ ചോദിച്ച പല ചോദ്യങ്ങളുണ്ട്. ഒന്ന്, പ്രദേശത്തെ മണ്ണുമായി ബന്ധപ്പെട്ടത്, മണ്ണിൻ്റെ ഗുണനിലവാരം. ഇത്തരത്തിൽ ചതുപ്പ് പ്രദേശം നികത്തിക്കൊണ്ട് ഇത്തരമൊരു നിർമ്മാണം നടക്കുമ്പോൾ വേണ്ട മുൻകരുതലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുൾപ്പെടെയൊക്കെ സംശയത്തിന് വകവെക്കുന്നത് തന്നെയാണ്. അത്തരത്തിൽ അശാസ്ത്രീയമായ നിർമ്മാണം എന്നത് അടിവരയിട്ട് പറയാവുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന നടപടികളും മുന്നോട്ട് നമുക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത്. എന്തായാലും ഇനി അടിയന്തര പരിഹാരമാണ് നാട്ടുകാർക്ക് ആവശ്യം. ഒരു മേൽപ്പാലമാണ് പ്രദേശത്ത് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. എന്നാലും സങ്കീർണമായ ചില പ്രക്രിയകളുണ്ട്. അതെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ എന്തായാലും സംയുക്തമായി തന്നെ ഒരു ഇടപെടൽ വേണം. ഈ ദേശീയപാത എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകണം. ഒപ്പം തന്നെ ഈ റോഡ് എത്രയും പെട്ടെന്ന് പുനർനിർമ്മിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നാട്ടുകാർ പറഞ്ഞു വെക്കുന്നത്. ഇതൊരൊറ്റപ്പെട്ട സംഭവമായി അവസാനിക്കുന്നില്ല. അപ്പോൾ തന്നെ ഒരു ആശങ്കയും ഭീതിയും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനെല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു പരിഹാരമാണ് നാട്ടുകാർക്ക് വേണ്ടത്. ജോം DK-ക്കൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.